നമ്മുടെ മദ്ഹബ് നമുക്ക് പറയാം. നമ്മുടെ മദ്ഹബ് ഏതായാലും നബി ആ 3 രാത്രിയിൽ നിസ്കരിച്ച നിസ്കാരത്തിന്റെ റക്അത്ത് 20 എന്ന് പ്രമാണിച്ചുകൊണ്ടല്ല 20 റക്അത്താകുന്നു എന്ന് പറയുന്നത്. നബി നിസ്കരിച്ചത് 20 റക്അത്താണെന്ന ഒരു റിപ്പോർട്ടുണ്ട്. അത് പ്രബലമല്ല. ഇമാം റാഫിഈ തന്റെ ശർഹുൽ കബീറിൽ സ്വലാത്തു തറാവീഹ് 20 റക്അ ബി10 തസ്ലീമാത്ത്, ഇമാം നബി പറഞ്ഞതുപോലെ തന്നെ 10 സലാം വീട്ടി 20 റക്അത്താണ് തറാവീഹിന്റെ നിസ്കാരം. വബിഹി ഖാല അബൂ ഹനീഫത വ അഹ്മദു, അബൂ ഹനീഫ ഇമാമും അഹ്മദും അങ്ങനെ തന്നെ പറയുന്നു. ലിമാ റുവിയ അന്നൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലാ ബിന്നാസി 20 റക്അ, അല്ലാഹുവിന്റെ റസൂൽ ജനങ്ങൾക്ക് ഇമാമായിക്കൊണ്ട് ഈ നിസ്കാരം നിർവഹിച്ചത് 20 റക്അത്താകുന്നു എന്ന് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി 20 ആകുന്നു എന്ന് ഇമാം റാഫിഈ തങ്ങൾ പറയുന്നു. അപ്പൊ 20 റക്അത്ത് നമസ്കരിച്ചു നബി സ്വഹാബാക്കൾക്ക് ഇമാമായി എന്ന ഒരു റിപ്പോർട്ടിനെ ഇമാം റാഫിഈ ഉദ്ധരിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മദ്ഹബിൽ ഇമാം നവവി മുതൽക്ക് ഈ ഉദ്ധരണിയെ അടിസ്ഥാനമാക്കിയല്ല മദ്ഹബ് സ്ഥിരീകരിക്കുന്നത്. കാരണം നമ്മുടെ മദ്ഹബിൽ ഈ ഉദ്ധരണിയുടെ നിലപാട് വമാ റുവിയ അന്നഹു സ്വല്ലാ ബിഹിം 20 റക്അത്തൻ, 20 റക്അത്ത് നബി തങ്ങൾ സ്വഹാബാക്കൾക്ക് ഇമാമായിക്കൊണ്ട് ആ 3 രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം 20 റക്അത്തായിരുന്നു എന്ന് റിപ്പോർട്ട് വന്നത്. കമാ ഖാല റാഫിഈ, റാഫി ഇമാം അങ്ങനെയാണ് റിപ്പോർട്ട് പറയുന്നത്. ആ പറഞ്ഞത് വഅഫഹുൽ ബൈഹഖി, അത് ബൈഹഖി ഇമാം അപ്രബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് റക്അത്തുകളുടെ പ്രത്യേക സുന്നത്തിന്റെ റക്അത്തുകളുടെ എണ്ണം പോലുള്ള സവിശേഷ നിയമത്തിന് ഈ അപ്രബല നിയമം കൊണ്ട്, അപ്രബല റിപ്പോർട്ട് കൊണ്ട് സ്ഥിരീകരണം നൽകാൻ പറ്റില്ല, സമർത്ഥിക്കാനും പറ്റില്ല. നമ്മുടെ മദ്ഹബിന്റെ വീക്ഷണപ്രകാരം ഈ റിപ്പോർട്ട് ദഈഫായതുകൊണ്ട്, അപ്രബലമായതുകൊണ്ട് ഈ റിപ്പോർട്ട് നമുക്ക് എടുത്തിട്ട് 20 ആണെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സമർത്ഥിക്കുന്നത് നമ്മുടെ മദ്ഹബിന്റെ രീതിയല്ല. ഇമാം റാഫിഈ സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും ഇമാം നവവിക്ക് അതിനോട് വിയോജിപ്പാണ്. അതുകൊണ്ട് നബി തങ്ങൾ നിസ്കരിച്ച നിസ്കാരത്തിന്റെ റക്അത്തുകൾ 20 ആയിരുന്നു എന്ന റിപ്പോർട്ടിനെ ബന്ധപ്പെടുത്തി പ്രമാണിച്ചല്ല നമ്മൾ പറയുന്നത് 20 റക്അത്താണെന്ന്. അതേപോലെ തന്നെ നബി നിസ്കരിച്ച നിസ്കാരം 8 എന്നും ഒരു റിപ്പോർട്ടുണ്ട്. 8 നബി നിസ്കരിച്ചത് 8 എന്നൊരു റിപ്പോർട്ടുണ്ട്. വ്യക്തമായി മനസ്സിലാകുന്നതിനും ഒന്നും മൂടി വെക്കാതെ തന്നെ പറയേണ്ടതിനും അതിനാണല്ലോ നമ്മുടെ ഈ നിർക്കുന്നൊരു പരിപാടി. സംശയങ്ങൾ തീർക്കാനും സംശയങ്ങൾ ദൂരീകരിക്കാനും വസ്വാസുകൾ നീക്കാനുമാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ഒരു മുസ്ലിയാർ വെള്ളിയാഴ്ച വയൽ പറഞ്ഞു കൊടുക്കണമാതിരിയല്ല. വെള്ളിയാഴ്ച വയൽ പറഞ്ഞു കൊടുക്കുമ്പോൾ മുമ്പൊന്നും കേൾക്കാത്ത ആളുകൾക്ക് ഓരോന്ന് പുതിയ പറഞ്ഞു കൊടുക്കുമ്പോൾ വിശ്വാസം ഉണ്ടാവും. ഞങ്ങൾ ഇതുവരെ ഇപ്പം നിസ്കാരം 20 പഠിച്ചു വന്നിരുന്നത്, ഇപ്പൊ കേട്ടു നോക്കുമ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ എന്നപ്പൊ കേൾക്കണെന്നാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഉലമാക്കൾ ഇതൊന്നും പറയില്ല എന്ന് വെച്ചത് കിതാബിലൊന്നും ഇല്ലാന്നല്ല. ഇത് മഹല്ലിയിലൊക്കെ തന്നെ ഉണ്ട്. മഹല്ലി ഓതണ മൂല്യന്മാരൊക്കെ ഓതുന്നതുമാണ്. നമ്മുടെ വിഷയസമർത്ഥനത്തിന്റെ ബാബിൽ എല്ലാ ഫിഖ്ഹിന്റെ കിതാബിലും ഇതുണ്ട്. മഹല്ലി ഓതി ഒരു മൂലയേരി ഇതിന്റെ ഭിന്ന വീക്ഷണങ്ങളിലേക്ക് കടക്കാതെ മഹല്ലി ഓതാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ വീക്ഷണങ്ങൾ മഹല്ലി ഓതുന്ന മൂല്യന്മാർക്കൊക്കെ അറിയാം. 8 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ 3 രാത്രികളിൽ നിസ്കരിച്ച നിസ്കാരം എന്ന വിധം ഒരു റിപ്പോർട്ട് എല്ലാവരും ഉദ്ധരിക്കാറുണ്ട്. ഇനി നമ്മളായിട്ട് പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം വഹാബികൾ ഇത് പറഞ്ഞുകൊണ്ടേ നടക്കല്ലേ. ഈ റിപ്പോർട്ടാണ്, ഈ റിപ്പോർട്ടാണ്, ഈ റിപ്പോർട്ടാണ് പ്രബലം, ഈ റിപ്പോർട്ടാണ് പ്രബലം, ഈ റിപ്പോർട്ടാണ് പ്രബലം, അതുകൊണ്ട് ഒറ്റേ ഉള്ളൂ എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് സംബന്ധിച്ച് എന്താണ് നമ്മുടെ മദ്ഹബിന്റെ നില? ഇത് വഹാബികൾ മാത്രം കണ്ട് അവർക്ക് മാത്രം കിട്ടിയതാണോ? നമ്മളെ ഇമാമിങ്ങൾക്കൊന്നും ഇത് കിട്ടിയില്ലേ? അവരെ ആരെയും തൊടാതെ, നിലം തൊടാതെ ഈ ഒരു റിപ്പോർട്ട് ഇവർക്ക് കിട്ടിയോ എന്നാണ് നമ്മൾ സംശയിക്കുന്നത്. അങ്ങനെ ഏതായാലും ഉണ്ടാവില്ലല്ലോ. നമ്മളെ ഇമാമിയങ്ങളും നമ്മളെ മുഹദ്ദിഥീങ്ങളും റിപ്പോർട്ട് ചെയ്യാതെ വഹാബികൾക്കൊരു ഹദീസും കിട്ടൂല. അതുകൊണ്ട് തന്നെ ഈ ഹദീസൊക്കെ നമ്മളെ ഇമാമിയങ്ങൾ വിശദീകരിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ലഭിക്കാതെ പോയതല്ല, ഇത് കാണാതെ പോയതുമല്ല. മഹല്ലി ഓതുമ്പം തന്നെ ഇത് വിശദീകരിക്കും. ഇമാം മഹല്ലി റളിയല്ലാഹു അൻഹു തങ്ങൾ റഹ്മഹുല്ല പറയുന്നത് വറബബ്ന ഖുസൈമത വഹിബ്ബാന അൻ ജാബിർ റളിയല്ലാഹു അൻഹു അന്നഹു ഖാല സ്വല്ലാ ബിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ റമളാന 8 റക്അത്തിൻ സുമ്മ ഔതറ. നബി തങ്ങൾ ഞങ്ങളെ കൊണ്ട് നിസ്കരിച്ചത് റമളാനിൽ 8 റക്അത്താണ്. ഈ 8 റക്അത്ത് കഴിഞ്ഞിട്ട് നബി വിത്റും നിസ്കരിച്ചു.
ഫലമ്മാ കാനത്തിൽ ഖാബിലത്തു ഇജ്തമഅനാ ഫിൽ മസ്ജിദി വറജൗനാ അൻ യഖ്റുജ ഇലൈനാ ഹത്താ അസ്ബഹനാ എന്നും പറഞ്ഞിട്ട് മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് ഇബ്നു ഖുസൈമയും ഇബ്നു ഹിബ്ബാനും നിവേദനം ചെയ്യുന്നു. ഇബ്നു ഹിബ്ബാനും ഇബ്നു ഖുസൈമയും അവരുടെ രണ്ടുപേരുടെയും സ്വഹീഹുകളിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് സ്വഹീഹല്ല എന്ന് നമ്മൾ പറയുന്നില്ല. സ്വഹീഹായ ഹദീസ് തന്നെ സനദിന്റെ അടിസ്ഥാനത്തിൽ. ആ സ്വഹീഹായ ഹദീസിന് നമ്മക്കെന്താ അവലംബം? ഇബ്നു ഖുസൈമ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ഇബ്നു ഹിബ്ബാൻ തന്റെ സ്വഹീഹിൽ നിവേദനം ചെയ്തു, സ്വഹീഹാക്കി. ആ രണ്ട് മഹത്തുക്കൾ സ്വഹീഹാക്കിയത് സ്വഹീഹല്ലെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. അതുകൊണ്ട് അവർ രണ്ടുപേരും നിവേദനം ചെയ്തെന്ന നിലക്ക് നമുക്കത് സ്വഹീഹെന്ന് പറയാം, നമുക്ക് പ്രയാസമില്ല.